നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പല്ലവിയെ ചെറുപ്പക്കാരൻ്റെ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി. എന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ വന്ന് ഫോൺ മേടിച്ചാൽ മതി. വീട് നിനക്ക് അറിയത്തില്ലെങ്കിലേ പൊന്നും പടത്തില് പല്ലവി ടീച്ചറിന്റെ വീട് ഏതാന്ന് ആരുടെങ്കിലും ചോദിച്ചാൽ മതി. വാ അച്ചു എന്നും പറഞ്ഞ് അച്ചുവിന്റെ കൈയും പിടിച്ച് അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൻ തന്റെ കൂട്ടുകാരെ നോക്കി. അപ്പത്തേനും അവന്മാര് പറഞ്ഞു, പേടിക്കണ്ട, അവൾ ഏത് നാട്ടുകാരിയാണെങ്കിലും എവിടുത്തുകാരിയാണെങ്കിലും നമുക്ക് ഫോണൊക്കെ വാങ്ങാം എന്നൊക്കെ വലിയ ധൈര്യത്തോടു കൂടി പറയാണ്. ഇതേ സമയത്ത് രാജലക്ഷ്മി വിശ്വത്തിന്റെ അടുത്തേക്ക് വന്നു. വിശ്വം പറഞ്ഞു, അമ്മേ ഒരു ഗ്ലാസ് ചായ എങ്കിലും എടുത്തു തരാം. ചായയോ? പിന്നെ നിനക്കൊക്കെ ചായ ഇട്ടോണ്ടിരിക്കാല്ലേ എനിക്ക് സമയം. ചായയൊക്കെ വേണമെങ്കിലേ കല്യാണം കഴിഞ്ഞാലേ സ്വന്തം ഭാര്യനെ കൊണ്ടു നിർത്തുക. എന്നിട്ട് അവളോട് പറ, എനിക്ക് സൗകര്യമില്ല ഇപ്പൊ ഉണ്ടാക്കി തരാനായിട്ട്. അപ്പോഴേക്കാണ് ഒരു കാറ് വന്നിരിക്കുന്നത്. കാറിനകത്തുനിന്ന് ഇന്ത്യന് ഋതു ഇറങ്ങുന്നുണ്ട്. ഇവളോ? അങ്ങനെ അവരങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മി വെച്ചു, അല്ല ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ അതോ മറന്നുപോയോ? അപ്പോഴേക്കും ഋതു പറഞ്ഞു, എനിക്ക് തീരെ ഓർമ്മയില്ല. പക്ഷെ ജിത്തിന് അങ്ങനെയല്ല, ജിത്ത് ഇടയ്ക്ക് വരുന്നതല്ലേ, അതുകൊണ്ട് ജിത്തിന് കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. അത് കേട്ടപ്പം രാജലക്ഷ്മിക്ക് മനസ്സിലായി ഇവള് തന്നോട് ഉടക്കുണ്ടാക്കാൻ വന്നിരിക്കുന്നതാണ്. നീ എന്താ വെല്ലു വിളിക്കാൻ വന്നിരിക്കുന്നതാണോ? അയ്യോ, ഞാൻ വെല്ലു വിളിക്കാനൊന്നും വന്നല്ലേ. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, അമ്മയൊന്നും മിണ്ടാതിരിക്കുക. ഋതു കുറച്ചു ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നാ, ഇനി ഇവിടെ നിൽക്കുമായിരിക്കും. ഓ അങ്ങനെയാണല്ലേ. അപ്പോഴേക്കും രാജലക്ഷ്മി ഓർത്തു, ആ പാറിനേക്കാളും എന്തുകൊണ്ടും ഭേദം ഇവളാന്ന് തോന്നേ. അങ്ങനെയാണ് ഇവളിവിടെ നിൽക്കുന്നതല്ലതാ. ഇവിടെ തന്നെ ഇവിടെ പിടിച്ചു നിർത്താം. കുറെ കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ, പൂജകളൊക്കെ, അത് ഇവളെ കൊണ്ട് തന്നെ ചെയ്യിക്കാം. പെട്ടെന്ന് രാജലക്ഷ്മി പറഞ്ഞു, മോള് വന്നത് നന്നായി. ഇനി ആ പാറു എന്ന് പറയുന്നവളുടെ അഹങ്കാരം കാണണ്ടല്ലോ. അല്ലെങ്കിലും അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതല. അവൾ ഇവിടുന്ന് പോയത് നന്നായി. അപ്പോഴേക്ക് ഋതു പറഞ്ഞു, ദേമേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ 2 മരുമക്കളാ ഞാനും പാറും. രണ്ടുപേരും ഒരേപോലെ കാണാൻ ശ്രമിക്കണം, അല്ലാതെ ഒരാളെ ചെറുതായിട്ട് കാണണ്ട. ദേ മോളെ, നിന്നെപ്പോലെ ഒന്നും അല്ല അവള് വെറും കൂറയാ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. പറഞ്ഞു കേട്ടല്ലോ. അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ വന്നിന്നേ. ഓട്ടോറിക്ഷയ്ക്ക് എത്തുന്ന പാറു ഇങ്ങോട്ട് ഇറങ്ങി. പാറുവെ കണ്ടപ്പോൾ രാജലക്ഷ്മി ഒന്ന് ഞെട്ടി. അവളും കൃത്യസമയത്ത് തന്നെ വന്നല്ലോ. പെട്ടെന്ന് രാജലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. എന്താടി നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? ഇതാപ്പോ നല്ല കഥയായത്. അപ്പൊ അമ്മയല്ലേ പറഞ്ഞേ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരണമെന്ന്? മര്യാദയ്ക്ക് ഞാൻ വീട്ടിൽ ഇരുന്നാ വരണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പൊ അമ്മ എന്താ പറയണേ? ഹോ, അതാണോ? ഇപ്പൊ നീ വന്നോണ്ട് എനിക്ക് എന്താടി ഗുണമിരിക്കുന്നേ? നീ വന്നോണ്ട് വലിയ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോഴേക്കും ഋതുവും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു. ആ സമയം പാറു പറഞ്ഞു, ഗുണമില്ലെന്ന് ആര് പറഞ്ഞു? ഇത്രയും ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് അമ്മയ്ക്ക് വെച്ച് വിളമ്പി തന്നതല്ലേ. പിന്നെ വെച്ച് വിളമ്പി തന്നു പോലും. എടി, ഒരു കാലം ചോറ് വെച്ചാൽ 3/4 കാലം ചോറ് നീ അല്ലേടി തിന്നേ. എന്നിട്ട് ഋതുവിനോട് പറഞ്ഞു, മോളെ ഇവള് ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല, ഇവളിങ്ങനെ ഇരിക്കുമെങ്കിലും ഉണ്ടല്ലോ ഒരു കാലം ചോറുണ്ണു ഇവള്. അത് കേട്ട പാറുന്റെ മുഖം അങ്ങോട്ട് മാറി. പെട്ടെന്ന് പാറു രാജലക്ഷ്മിയെ നോക്കി. അപ്പോഴേക്ക് ഋതു പറഞ്ഞു, നാണമുണ്ടോ നിങ്ങക്ക്? നിങ്ങളൊരു തള്ളയാണോ? എന്തൊക്കെ നോൺസെൻസ് വർത്താനമാ ജിത്തിന്റെ അമ്മ പറയണേ. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, അമ്മ എന്താ അമ്മ ഇങ്ങനെ പറയണേ? പിന്നെ ഞാൻ പറഞ്ഞ സത്യമല്ലേ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ, തിന്ന ചോറിന് വരെ കണക്ക് പറയാൻ നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങളൊരു തള്ളയാണോ? വിശ്വം പറഞ്ഞു, അത് ശരിയാ, അമ്മയെ പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ കാലമായി അമ്മ തുടങ്ങിയിട്ട്. അമ്മ എന്ത് പറഞ്ഞിട്ട് അമ്മ പാറുവിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഇനി അമ്മ പോലൊന്നും ഉണ്ടാക്കില്ലെന്നല്ലേ? എടാ അതിന് ഞാൻ എന്ത് പറഞ്ഞു? കൂടുതലൊന്നും പറയണ്ട. അപ്പോഴേക്കും ഋതു പാറുവിന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, വാ പാറെന്നും പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. അതേ സമയത്ത് ഇന്ദ്രൻ രാജലക്ഷ്മിയോട് പറഞ്ഞു, അമ്മേ ഞങ്ങളുടെ മുറിയിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞു വിരിച്ചേരെ. ബെഡ്ഷീറ്റ് കുടച്ചു വിരിക്കാണ് ഞാനാ, പിന്നല്ലാതെ വേറെ ആരാ കുടഞ്ഞു വിരിക്കുന്നേ? രാജലക്ഷ്മിക്ക് ഒരു അടിയായിരുന്നു. അപ്പോഴേക്കും ഋതു പറഞ്ഞു, നമുക്കൊരു ചായ കുടിച്ചാലോ? ശരി, നമുക്ക് ചായ കുടിക്കാന്ന് പറയണം. അങ്ങനെ അവര് 4 പേരും ചായ കുടിക്കാൻ പോയി കഴിഞ്ഞപ്പം രാജലക്ഷ്മിയാണ് പെറുപെറുക്കുക. കാണിച്ചു കൊടുക്കുന്നുണ്ട്. തൽക്കാലത്തേക്ക് എല്ലാത്തിനെയും ഇവിടെ നിർത്തണം, കാരണം ആ കർമ്മങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം എന്ത് വേണമെന്ന് ഈ രാജലക്ഷ്മിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി ഇങ്ങനെ അകത്തേക്ക് ദേഷ്യപ്പെട്ട് കയറിപ്പോയി. ഇതേ സമയത്ത് അച്ചുവിൻ്റെ അടുത്തേക്ക് പല്ലി വന്നിട്ട്, അല്ലച്ചു ആ ഫോൺ നീ പിടിച്ചു വാങ്ങുന്ന സമയത്ത് അതിനകത്ത് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തായിരുന്നു. കാരണം അത് ലോക്കാവുന്നതിന് മുമ്പ് ഡിലീറ്റ് ചെയ്താൽ പിന്നെ അവന്മാർ വേണമല്ലോ ഡിലീറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ അച്ചുവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അച്ചു പറഞ്ഞു, പല്ലേച്ചി ആ ഫോണൊക്കെ പിടിച്ചു വാങ്ങുന്ന സമയത്ത് എൻ്റെ നെഞ്ചിനകത്തൊരു പിടപ്പായിരുന്നു. ഇനി അവന്മാർ വല്ല പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വരുമോ? എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ? പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വരട്ടെ, അപ്പം നമുക്ക് കൈകാര്യം ചെയ്യാം. അപ്പോഴേക്കാണ് പുറത്തുനിന്ന് വെച്ചോട്ടെ, എടി പല്ലി ടീച്ചറെ ഇങ്ങോട്ട് ഇറങ്ങി വാടി എന്നും പറഞ്ഞോണ്ട്. ഇത് അവന്മാരല്ലേ എന്ന് ചോദിക്കണം. അപ്പത്തിനും അവർ 2 പേരും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. ആ സമയത്ത് പൂർണ്ണിമ സേതും കൂടെ ഇറങ്ങിച്ചത്. ആരാ എന്താന്നൊക്കെ ചോദിച്ചു. അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കുക, ആ ടീച്ചറിനെ ഞങ്ങൾക്ക് അവളെ ഒന്ന് കാണാൻ, ഞങ്ങളുടെ ഫോണും തരാൻ പറ. ഫോണോ? നിങ്ങളുടെ ഫോണോ? അതിന് നിങ്ങളുടെ ഫോൺ ഇവിടെ ആരാ വാങ്ങി വെച്ചിരിക്കുന്നത്? അവള് വാങ്ങി വെച്ചിട്ടുണ്ട്, അവളോട് ഫോണും തരാൻ പറ. അച്ചുവും പല്ലവിയും കൂടെ ഇറങ്ങി വന്നു. അപ്പോഴേക്കും സേതു ചോദിച്ചു, എന്താ പല്ലവി ഇവരി പറയണെന്താ? അതോ
കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു. പിന്നെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇവന്മാർ ശല്യപ്പെടുത്തിയതും വീഡിയോ പിടിച്ചു പോയ കാര്യങ്ങളൊക്കെ പറയണം. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തൻ പറഞ്ഞു, മര്യാദയ്ക്ക് എൻ്റെ ഫോൺ താടി എന്ന് പറഞ്ഞു. സേതു അങ്ങോട്ട് ഇറങ്ങി ചെന്നു. ഇപ്പം തരാളെന്ന് പറഞ്ഞ് അവൻ്റെ കർണക്കുറ്റി നോക്കി രണ്ടെണ്ണം പൊട്ടിച്ചു. ബാക്കി 2 അവന്മാർക്കിട്ടും കൊടുക്കുകയാണ്. അവന്മാർ നന്നായിട്ട് തല്ലി മേടിച്ചു. അപ്പോഴേക്കും സേതു പറഞ്ഞു, നിനക്കൊക്കെ ഫോൺ വേണോ അല്ലേ? എടാ നീയൊക്കെ എന്ത് പരിപാടി എടാ കാണിച്ചേ? വഴിയെ ഒരു പെങ്കൊച്ചിന് പോലും കയറി നടക്കാൻ പറ്റില്ലെന്നോ? നിന്നെയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോഴേക്കും പല്ലി വന്നിട്ട് പറഞ്ഞു, സേതുട്ട വേണ്ട, തല്ലുമൊന്നും വേണ്ട, തല്ലേണ്ട കാര്യത്തിന് തല്ലണം. അല്ല നിന്നോടൊക്കെ അമ്മയെ കൂട്ടി വരാനല്ലേടാ പറഞ്ഞ ഫോൺ വേണമെങ്കിൽ, എന്നിട്ട് എന്ത് ചെയ്യണം നിന്റെ അമ്മ? അപ്പോഴേക്കും വൃത്തം പറഞ്ഞു, എൻ്റെ അമ്മ വരത്തില്ല എന്ന് പറഞ്ഞു. എങ്ങനെ വരാനടാ, നിന്റെയൊക്കെ കഴിപ്പതല്ലേ. നിന്റെ അമ്മ വന്നില്ലെങ്കിൽ ഫോണും ഇല്ല, മര്യാദയ്ക്ക് പോകാൻ നോക്ക്. നിന്റെ അല്ലേ ഫോണെന്ന് പറഞ്ഞേ. ഫോൺ എന്താണ്, നിന്റെ അമ്മ വന്നേ മതിയാവുള്ളൂ. അപ്പോഴേക്കും അവൻ പറഞ്ഞു, അമ്മ വരത്തില്ലേ വരണ്ട, ഫോൺ വേണ്ട. ഒരു കാര്യം ചെയ്യാം, ഇവന്മാരിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, നമുക്ക് പോലീസിനെ വിളിക്കാമെന്ന് സേതു പറഞ്ഞു. അപ്പോൾ പൂർണ്ണിമ അച്ചോടെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കാണ് ഒരു ഓട്ടോറിക്ഷ വന്നിരിക്കുന്നത്. ഓട്ടോറിക്ഷയ്ക്കകത്തുനിന്ന് ആ ചെറുപ്പക്കാരൻ്റെ അമ്മ ഇറങ്ങി വരുവാണ്. അവർ വന്നിട്ട് പറഞ്ഞു, അയ്യോ സാറേ, എൻ്റെ മോനോട് ക്ഷമിക്കണം, അവൻ്റെ അബദ്ധം പറ്റിപ്പോയതാ, ഇനി അവൻ അങ്ങനെ ചെയ്യത്തില്ല. സേതി ചോദിച്ചു, ഇതാണ് അബദ്ധം? ഇത് അബദ്ധമൊന്നുമല്ല, അവൻ കരുതിക്കൂട്ടി ചെയ്താ. പല്ലവി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവരിനിയിപ്പോൾ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, പോലീസിനെ ഏൽപ്പിക്കാൻ. അപ്പോഴേക്കും കൂടെയുള്ളവന്മാരെന്ത് ചെയ്യണം, അവന്മാർ ഓടുകയാണ്, അവന്മാർ പേടിച്ചിട്ട്. അപ്പോഴേക്കും അമ്മയുടെ മോനും കൂടെ ഓടാൻ തുടങ്ങിയപ്പോഴത്തേനും സേതു അവനെ കയറി പിടിച്ചു. അങ്ങനെ നീ അങ്ങോട്ട് പോയാലോടാ, നീ അവിടെ നിൽക്കാൻ പറഞ്ഞു. അവന് ഓടാൻ പറ്റിയില്ല. അപ്പോഴേക്കും ആ അമ്മ പറഞ്ഞു, എടാ രാഹുലേ, നീ ഇവരോട് മാപ്പ് പറയടാ, നീ എന്ത് പരിപാടിയാടെ കാണിച്ചേ? നിനക്ക് എങ്ങനെ ചെയ്യാൻ കൊള്ളാവാ? ഇതേ എൻ്റെ സാറേ, എൻ്റെ മോൻ്റെ അബദ്ധം പറ്റിപ്പോയതാ, അവനോട് ക്ഷമിക്കുക. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, അബദ്ധോ? ഇതിന് അബദ്ധം എന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളുടെ മോൻ ഇങ്ങനെയാണെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോഴത്തേനും എന്തായിരിക്കും, വഴിയെ കൂടെ ഒരു പെണ്ണിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുമല്ലോ. അമ്മയും പെങ്ങളും തിരിച്ചറിയാൻ വരാത്ത അവന്മാരെ ഇതൊക്കെ എന്നൊക്കെ പറയണം. ആ അമ്മ പറഞ്ഞു, ഞാൻ വേണേ ഇവർക്ക് വേണ്ടി കാല് പിടിക്കാം, കാരണം ഞാൻ കഷ്ടപ്പെട്ട് വല്ല വീട്ടിലൊക്കെ പോയി ജോലി ചെയ്ത് വാങ്ങിച്ചു കൊടുത്ത ഫോണാണ്. പിന്നെ അത് പോരാത്തതിന് ഇവന് ഗൾഫിലേക്ക് പോകാനുള്ള വിസയും കാര്യങ്ങളൊക്കെ റെഡിയായിട്ടിരിക്കുന്ന ഒരു പോലീസ് കേസ് മറ്റും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ജീവിതം തകർന്നു പോകും. അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു, അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? മക്കളെ വളർത്തണം, നേരെ ചൊവ്വെ വളർത്തണം, ഞാൻ പോയി എന്തായാലും പോലീസിനെ വിളിക്കാൻ പോവാ എന്നും പറഞ്ഞ് പൂർണ്ണിമ അകത്തേക്ക് കയറിപ്പോകാൻ ഒരുങ്ങി. ആ സമയം അവർ വലിയ ടെൻഷനോടെ ഇരിക്കുകയാണ്. ഇനി എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ കേസെടുക്കും, കേസെടുത്താൽ പിന്നെ അവന് പുറത്ത് പോകാനൊന്നും കഴിയില്ല. ആ ഒരു ടെൻഷൻ അമ്മയുടെ മുഖത്തുണ്ടായിരുന്നു. അമ്മയോട് നിന്ന് കരയാൻ തുടങ്ങി. അപ്പോഴേക്കും പല്ലവി പൂർണ്ണിമേനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഈ ഒരു തവണത്തേക്ക് നമുക്ക് അവന് മാപ്പ് കൊടുക്കാം, നമ്മൾ മാപ്പ് കൊടുത്തില്ലേ പിന്നെ എങ്ങനെയാ എന്ന് പറഞ്ഞു. ഒടുവിൽ പൂർണ്ണിമ സംഭവിച്ചു. പല്ലവി കൊണ്ടേ അമ്മയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഫോൺ വെച്ചോ, പിന്നെ മകനോട് പറഞ്ഞേക്കണം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നടക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതല്ല ഇതിലപ്പുറമായിരിക്കും അവന് കിട്ടാൻ പോകുന്നത്. ഇതേ മോൾക്ക് കോടി പുണ്യം കിട്ടും. അതെ, പുണ്യമൊന്നും എനിക്ക് വേണ്ട. അതെ അമ്മേ, പുണ്യമൊക്കെ അമ്മ എടുത്തോ. പിന്നൊരു കാര്യം, മകനോട് ശരിക്കും ജീവിക്കാൻ പറ, അല്ലെങ്കിൽ അവൻ ഇനി ഇതുപോലത്തെ പണി തന്നെ കിട്ടിയിരിക്കും. ഇതിൽ ചിലപ്പോൾ ഇതിനേക്കാളും കൂടിയ പണിയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞ് നടക്കടാന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. ഇത്തിരി കഴിഞ്ഞപ്പം സേതുവും പല്ലവിയും കൂടെ മുറിയിലേക്ക് വന്നു. അപ്പോഴേക്കും സേതു പല്ലവിയോട് ചോദിച്ചു, അല്ല പല്ലവി, നീ ഇത് എന്ത് ധൈര്യത്തിലാണ് അവൻ്റെ ഇത് ഫോണൊക്കെ പിടിച്ചു വാങ്ങിയത്? അതെന്താ സേതുവേട്ട അങ്ങനെ പറഞ്ഞേ? എടി, ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ ഏത് വിധത്തിലാണെന്ന് പറയാൻ പറ്റില്ല. മദ്യവും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട് നടക്കുക. ആ ഒരു ലഹരിയിലാണെങ്കിൽ നിന്നെയൊക്കെ എന്തും ചെയ്യാൻ പോലും മടിക്കില്ല. എന്ത് ചെയ്യാനായിട്ട് അതൊന്നും പറയാൻ പറ്റില്ല പല്ലവി. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് അതൊക്കെ ഓർത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. എന്ത്, അവന് എൻ്റെ അച്ഛൻ്റെ വീഡിയോ എടുക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കണം. ഒന്നുമല്ലേലും ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറല്ലേ, കോളേജ് ലെക്ചറല്ലേ, ഇതുപോലത്തെ കുറേ അവന്മാരെ ഡെയിലി ഞാൻ കാണുന്ന. നമ്മളെ കൊണ്ട് ഒരാളെ നന്നാക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമല്ലേ. അവന്മാരെ തിരിഞ്ഞോടിയില്ല രണ്ടവന്മാര്. അവന്മാർക്ക് നല്ല ഭയമുണ്ടെന്ന് മനസ്സിലായി. ആ ഭയം വേണം, എങ്കിലോ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോഴേക്ക് സേതു പറഞ്ഞത്, കുട്ടിക്കളിയായിട്ട് എടുക്കരുത്. എന്ത് കുട്ടിക്കളി? എനിക്ക് നല്ല ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രം സേതുവേട്ടാ ഞാൻ അവരെ നേരിട്ടെ എന്ന് പറയണം. അപ്പോഴേക്ക് സേതു പല്ലവിയും ചേർത്ത് പിടിച്ചു. സേതുവിന് മനസ്സിലായി, അല്ലെങ്കിലും നേരിനും നെറിയുടെ ഒപ്പം പല്ലവി നിൽക്കുള്ളെന്ന്. പല്ലവിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നല്ലോ ആ കാര്യങ്ങളൊക്കെ. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജലക്ഷ്മി ചോറും കറിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴേക്കും ഇന്ദ്രനും വിശ്വം കൂടെ അങ്ങോട്ട് വന്നു. എടാ, നിൻ്റെയൊക്കെ ഭാര്യമാരെന്തിയേ? ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം, ആഹാരൂട്ട് കഴിഞ്ഞിട്ട് വേണം അടുത്ത കാര്യങ്ങൾ നടത്താനായിട്ട്. ഇനി കർമ്മങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. ഇത് അവൾമാരെന്തേന്ന് ചോദിക്കുക. അപ്പോഴേക്കും വിശ്വം പറഞ്ഞു, ഇലയെടുക്കാൻ പോയേക്കുക, ഒന്ന് എടുത്തോണ്ട് വരട്ടെ അമ്മേ. ഇപ്പം ക്ഷേത്രത്തിൽ പോയിട്ട് എത്തിയതല്ലേ ഉള്ളൂ. അമ്മ ഇങ്ങനെ കിടന്ന് ധൃതി വെച്ചാലോ? പിന്നെ ഒന്ന് പോടാ അവിടുന്ന് എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി ഇരിക്കുമ്പോഴത്തേനും ഋതുവും പാറും കൂടി അങ്ങോട്ടേക്ക് വന്നു.
ഋതുവിനോട് ചോദിച്ചു, ഇതെന്താ നിങ്ങൾ ഇത്ര താമസിച്ചേ, ഇലയെടുത്തോണ്ട് വരണ്ട അമ്മേന്ന് പാറുവും പറഞ്ഞു. അങ്ങനെ 5 ഇല വെച്ചു. 5 പേരുണ്ടല്ലോ. അപ്പോഴേക്കും രാജലക്ഷ്മി ചോദിച്ചു, ഇതെന്താ 5 ഇല? ആ സമയം ഋതു ചോദിച്ചു, അല്ല അമ്മ കഴിക്കണില്ലേ? അല്ല 5 ഇല കൊണ്ട് വെച്ചപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. ഞാൻ കഴിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേങ്കിലേ പുരുഷന്മാരിരുന്ന് കഴിക്കുന്ന സമയത്ത് സ്ത്രീകൾ ഇരിക്കാൻ പാടില്ല. പുരുഷന്മാർ ആദ്യം കഴിക്കണം, എന്നിട്ടാണ് സ്ത്രീകൾ കഴിക്കാൻ പാടുള്ളൂ. ഇത് കേട്ടപ്പോൾ ഋതുവും പാറും കൂടെ പരസ്പരം നോക്കുകയാണ്, ഒരു പണി കൊടുക്കാൻ തയ്യാറായിട്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.